നമസ്കാരം. നെഹ്റു കാണിച്ച മണ്ടത്തരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ ലഭിക്കുന്ന ഒരു മറുപടി, നെഹ്റു എന്തു തന്നെ മണ്ടത്തരം കാണിച്ചാലും നെഹ്റുവും ഗാന്ധിയും കോൺഗ്രസുമല്ലേ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് എന്നതാണ്. ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടുപോകുവാൻ കോൺഗ്രസ് ആണോ കാരണം? അല്ല എന്നതാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള യാഥാർത്ഥ്യം. 1942 കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ക്വിറ്റ് ഇന്ത്യ സമരം അത് 2 മാസത്തിനുള്ളിൽ നിന്നുപോയി. അതിനുശേഷം കോൺഗ്രസോ മഹാത്മാഗാന്ധിയോ ഒരു സമരവും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് 42 നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരം കാരണമാണ് 47 അതായത് 5 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷുകാർ ഭാരതം വിട്ടുപോയത് എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. ഈ കോൺഗ്രസുകാർ കൂടുതൽ ഖദർ ധരിച്ചത് കൊണ്ടോ ചർക്ക കറക്കിയത് കൊണ്ടോ ആണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് പറയുന്നതും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. ഗാന്ധിയോ ഗാന്ധിസമോ ഗാന്ധിയൻ കോൺഗ്രസോ കാരണമല്ല ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ ഭാരതം വിട്ടുപോയത്. നമ്മളുടെ ശക്തിയേക്കാൾ ഉപരി 2ാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടന്റെ അവസ്ഥയാണ് അവരെ ഭാരതം വിട്ടുപോകുവാൻ പ്രേരിപ്പിച്ചതെന്ന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേശീയ പതാകയെക്കുറിച്ച് ചർച്ച നടക്കുന്ന അവസരത്തിൽ ഈ മേൽ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന ഒരു പ്രസ്താവന മഹാത്മാഗാന്ധി നടത്തിയിട്ടുണ്ട്. അതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിക്കാം. നമ്മുടെ ദേശീയ പതാകയുടെ ഒരു കോർണറിൽ ബ്രിട്ടീഷ് യൂണിയൻ ജാക്ക് ഉണ്ടായിരിക്കണം എന്നതായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആവശ്യം. ആ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി നടത്തിയ ഒരു പ്രസ്താവനയുടെ പരിഭാഷയാണിത്. ഞാനതൊന്ന് വായിക്കാം. ഇതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്: നമ്മുടെ ദേശീയ പതാകയുടെ ഒരു മൂലയ്ക്ക് യൂണിയൻ ജാക്ക് ഉണ്ടാകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? നമ്മളെ ദ്രോഹിച്ചത് ബ്രിട്ടീഷുകാരാണ്, അവരുടെ പതാകയല്ല. ബ്രിട്ടീഷുകാർ നമ്മൾക്ക് ചെയ്ത ഗുണഗണങ്ങളെ പറ്റിയും ആലോചിക്കൂ. നമുക്ക് അധികാരം കൈമാറി സ്വമേധയാ ഇന്ത്യ വിട്ടുപോയവരാണവർ. ഇത് മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. അതായത് മഹാത്മാഗാന്ധി പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം സ്വയം വിട്ടുപോകുവാനുള്ള ബ്രിട്ടീഷ് തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ്. ഇത് തന്നെ അംബേദ്കർ അടക്കമുള്ള മറ്റു നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വയം വിട്ടുപോകുവാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് 1940 വരെ മഹാത്മാഗാന്ധി നയിച്ച അഹിംസാത്മകമായ സമരങ്ങളൊന്നും ബ്രിട്ടീഷ് ഭരണത്തിനൊരു ഭീഷണിയായിരുന്നില്ല. ബ്രിട്ടീഷുകാർ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇടയിൽ രാഷ്ട്രീയം കളിച്ചത് ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകുവാനോ പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുക്കുവാനോ ആയിരുന്നില്ല. അവരുടെ ഭരണം എത്രയും കാലം നീട്ടിക്കൊണ്ടു പോകുവാൻ സാധിക്കുമോ അതുമാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. ഇതിനൊരു വലിയ മാറ്റം വരുന്നത് 2ാം ലോക മഹായുദ്ധം തുടങ്ങിയതോടെയാണ്. ബ്രിട്ടീഷുകാർ ഭാരതം ഭരിച്ചത് ഈ രാജ്യത്തെ കൊള്ളയടിക്കുവാനായിരുന്നു, അല്ലാതെ നന്നാക്കുവാനായിരുന്നില്ല. 2ാം ലോക മഹായുദ്ധം തുടങ്ങിയതോടെ ബ്രിട്ടൻ സാമ്പത്തികമായി പാടെ തകർന്നു. ഭാരതമടക്കമുള്ള കോളനികൾ നിലനിർത്തുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു പരിപാടിയായി മാറി. 2ാം ലോക മഹായുദ്ധക്കാലത്ത് ബ്രിട്ടന്റെ വാർ ക്യാബിനറ്റിലെ എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു ജോൺ മെയ്നാർഡ്. അദ്ദേഹം വാർ ക്യാബിനറ്റിൽ അവതരിപ്പിച്ച ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് യുദ്ധം തുടങ്ങിയതോടെ കോളനികൾ കൊണ്ടു നടക്കുവാനുള്ള വാർഷിക ചെലവ് 40% വർദ്ധിച്ചു. ഈ 2ാം ലോക മഹായുദ്ധക്കാലത്ത് ബ്രിട്ടനെ അമേരിക്ക നല്ല രീതിയിൽ തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ടായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ബ്രിട്ടൻ പൂർണ്ണമായും പാപ്പരായനെ. അതായത് 2ാം ലോക മഹായുദ്ധക്കാലത്തെ ബ്രിട്ടന്റെ സാമ്പത്തിക തകർച്ചയാണ് ഭാരതമടക്കമുള്ള കോളനികളിൽ നിന്നും വിട്ടുപോകുവാൻ ബ്രിട്ടനെ പ്രേരിപ്പിച്ച ആദ്യത്തെ ഘടകം. ശ്രീലങ്കയിലും ബർമയിലും മ്യാൻമറിലും ഒന്നും ഭാരതത്തിൽ നടന്നതുപോലെയുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടില്ല. എങ്കിലും ആ രാജ്യങ്ങൾക്കൊക്കെ ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഡീകോളനൈസേഷന്റെ ഭാഗമായാണ്. ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടുപോകുവാനുള്ള 2ാമത്തെ പ്രധാന കാരണം നേതാജി സുഭാഷ് ചന്ദ്രബോസും വിനായക് ദാമോദർ സവർക്കറുമാണ്. INA നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടീഷ് എംപയറിനെ പിടിച്ചു കുലുക്കി. 2ാം ലോക മഹായുദ്ധം തുടങ്ങിയ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആർമിയിൽ 80% മുസ്ലിങ്ങളായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിന് ഒരു സൈന്യമേ വേണ്ട എന്ന് വിശ്വസിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. സൈന്യത്തിലെ ഉയർന്ന മുസ്ലിം ശതമാനത്തിനുള്ള പ്രധാന കാരണം അഹിംസാവാദികളായ ഭൂരിപക്ഷം ഹിന്ദുക്കളും സൈന്യത്തിൽ ചേർന്നിരുന്നില്ല. ഇതിനൊരു വലിയ മാറ്റം കൊണ്ടുവന്നത് സാവർക്കറാണ്. ഭാരതം വിഭജിക്കണം എന്ന് ജിന്നയും മുസ്ലിം ലീഗും വാശി പിടിക്കുന്നിടത്തോളം സ്വതന്ത്ര ഭാരതം നേരിടുവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സൈന്യത്തിലെ ഉയർന്ന മുസ്ലിം ശതമാനമാണെന്ന്
ആദ്യം തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു സാവർക്കർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 10 ലക്ഷം പേരെ ബ്രിട്ടീഷുകാർ പുതിയതായി സൈന്യത്തിൽ ചേർത്തു. ഇതിൽ ഭൂരിപക്ഷത്തിലേക്കും ദേശീയ ബോധമുള്ള ഹിന്ദുക്കളെ റിക്രൂട്ട് ചെയ്തത് സാവർക്കറാണ്. ഇത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ മനോഭാവത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 1943-44 കാലഘട്ടമായപ്പോഴേക്കും ബ്രിട്ടീഷ് ആർമിയിലെ ഹിന്ദുക്കൾ 80%. സാവർക്കറിന്റെ പ്രവർത്തനം ഏറ്റവും ഗുണം ചെയ്തത് സുഭാഷിനും INA-യ്ക്കുമായിരുന്നു. ബർമ്മ വഴി ഭാരതത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ച സുഭാഷിനെയും INA-യും നേരിടുവാൻ അയച്ച ബ്രിട്ടീഷ് സൈന്യത്തിലെ 10,000 പേർ INA-യിൽ ചേർന്നു. അതേ തുടർന്ന് ബോംബെയിലും ജബൽപൂരിലും അടക്കം ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിലും ബ്രിട്ടീഷ് സൈന്യം സ്വന്തം യജമാനന്മാർക്കെതിരെ തിരിഞ്ഞു. ബോംബെയിൽ മാത്രം 70 ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾ ബ്രിട്ടീഷ് സൈന്യം തന്നെ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. യൂണിയൻ ജാക്ക് താഴ്ത്തിക്കെട്ടി. ബ്രിട്ടീഷ് ഭരണ നേതൃത്വത്തിന് സ്വന്തം സൈന്യത്തിനെ തന്നെ വിശ്വസിക്കാൻ വയ്യാതെയായി. 1947 മാർച്ച് 5-ന് സ്റ്റാഫോർഡ് ക്രിപ്സ് ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞത് ബ്രിട്ടന്റെ മുന്നിൽ 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ഭാരതത്തെ സ്വതന്ത്രയാക്കുക, അല്ലെങ്കിൽ ഭരണം നിലനിർത്തുവാൻ കൂടുതൽ സൈന്യത്തെ അയക്കുക. ഇതാണ് ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടുപോകുവാനുള്ള രണ്ടാമത്തെ പ്രധാന കാരണം. ഇതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി തന്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടുപോകുവാനുള്ള മൂന്നാമത്തെ പ്രധാന കാരണം അമേരിക്ക ബ്രിട്ടന്റെ മേൽ നടത്തിയ സമ്മർദ്ദമായിരുന്നു. യുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം എന്ന വാഗ്ദാനം ഭാരതത്തിന് നൽകിയാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെയും അമേരിക്കയും പൂർണ്ണ മനസ്സോടെ ഭാരതം സഹായിക്കും എന്ന് അമേരിക്ക കരുതി. അതിനുവേണ്ട ചർച്ചകൾ നടത്തുവാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂസ്വെൽറ്റ് ഒരു പ്രതിനിധിയെ ഭാരതത്തിലേക്ക് അയക്കുകയും ചെയ്തു. അമേരിക്കയുടെ സാമ്പത്തിക സഹായത്താൽ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബ്രിട്ടന് അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ നിഷേധിക്കുവാനും സാധിച്ചില്ല. ഇതൊക്കെയായിരുന്നു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതിൽ മഹാത്മാഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും സംഭാവന ചെറുതും അപ്രസക്തവുമായിരുന്നു. പ്രത്യേകിച്ചും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള അവസാനത്തെ 5 വർഷങ്ങളിൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങി പോവുകയായിരുന്നു. മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി അടുത്തയാഴ്ച കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.